യുദ്ധത്തിന്റെ നിഴലിൽ തന്റെ സഹോദരനെ പോലെ തന്നെ തിളങ്ങി നിന്നിരുന്ന മറന്നുപോയ ഒരു പ്രതിഭാസമായിരുന്നു ഇവൻ. സാക്ഷാൽ മാദ്ര ഉച്ചിഹയുടെ സഹോദരനും സെഞ്ചുവിന്റെ എതിരാളിയുമായിരുന്നവൻ യുദ്ധകളത്തിൽ വളരെ പെട്ടെന്ന് കത്തുന്ന ജ്വാല തന്നെയായിരുന്നു. അവന്റെ കണ്ണുകളുടെ ദാനം എറ്റേണൽ മാങ്കിക്യോ ഷരിങ്കന് കാരണമായി. അവന്റെ ജീവത്യാഗം മാദ്ര ഉച്ചിഹയുടെ പ്രതികാരത്തിന് കാരണമായി തീർന്നു. ഉച്ചിഹ വംശത്തിന്റെ രക്തരൂക്ഷിതമായ പാരമ്പര്യം. അതെ, അവൻ യുദ്ധം ചെയ്തു, രക്തം വാർന്നു, എല്ലാം തന്റെ സഹോദരൻ നൽകുകയും ചെയ്തു. ചരിത്രം വായിച്ചു കളഞ്ഞ ഒരു യോദ്ധാവായി മാറി. ഷിരോബി ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തിയ തീപ്പൊരിയായി ഇവൻ മാറി. ലെജൻഡുകൾ പറയുന്നത് യുദ്ധക്കളത്തിൽ മാദ്ര ഉച്ചിഹയ്ക്ക് സമനായിരുന്നു ഇവൻ. അവന് തുല്യനും പങ്കാളിയുമായിരുന്ന ഉച്ചിഹയുടെ പാടാത്ത ഇതിഹാസം. ദ വൺ ആൻഡ് ഓൺലി ഇസൂണ ഉച്ചിഹ. Okay, fine. Izuna Uchiha, one of the most little known awareness കിട്ടിയ ക്യാരക്ടേഴ്സിൽ ഒന്നാണ് നാറൂട്ടോ യൂണിവേഴ്സിലെ ഇസൂണ ഉച്ചിഹ. എല്ലാവരും തന്നെ ഇസൂണനെ അറിയപ്പെടുന്നത് മാദ്ര ഉച്ചിഹയുടെ അനിയൻ എന്ന പേരിൽ തന്നെയാണ്. എന്നാൽ ശരിക്കും ഇസൂണ ഉച്ചിഹയ്ക്ക് ഒരു ലെഗസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഹിസ്റ്ററി ആൻഡ് സ്റ്റോറി എന്തൊക്കെയാണ്, പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ലെഗസിയും അദ്ദേഹത്തിന്റെ മരണവും അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ മാത്തും എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് അനലൈസ് ചെയ്തിട്ട് വരാം. ഇസൂണ ഉച്ചിഹയുടെ ആ ഒരു ഹിസ്റ്ററി തുടങ്ങുകയാണെങ്കിൽ നമ്മളെ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ മാദ്ര ഉച്ചിഹയുടെ അനിയനായിട്ടാണ്. അതെ, യങ്ങർ ബ്രദർ ഓഫ് മാദ്ര ഉച്ചിഹ. ഉച്ചിഹ വംശത്തില് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാദ്രയുടെ അനിയനായിട്ടാണ് ഇസൂണ ഉച്ചിഹനെ കാണിക്കുന്നത്. ഇവരുടെ ആ ഒരു എറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറിംഗ് സ്റ്റേറ്റ്സ് എറ എന്നാണ് പറയുന്നത്. അതെ, കോൺസ്റ്റന്റ് ആയിട്ട് ക്ലാൻസ് തമ്മിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ വാറിംഗ് സ്റ്റേറ്റ്സ് എറ എന്ന് പറയുന്നത്. ആ ഒരു ടൈമിലാണ് ഇവർ ജനിക്കുന്നത്. സോ ആ ഒരു ടൈമിൽ നമ്മുടെ മാദ്രയും ഹാഷിറാമയും ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ പറയുന്നത് പോലെ തന്നെ ഇവർ പിള്ളേരായിരുന്നപ്പോൾ തന്നെ വളരെ വയലന്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. സർവൈവ് ചെയ്യണമെങ്കിൽ ഒരാളെ കൊല്ലണം എന്ന് തന്നെയായിരുന്നു ഇവരുടെ മോട്ടോ. അത്തരം ഒരു വാറിംഗ് സ്റ്റേറ്റ്സ് എറയിലാണ് ഇസൂണയും മാദ്രയും ഹാഷിറാമയും ടോബുറാമയൊക്കെ വളർന്നു വന്നത്. ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസൂണയും മാദ്രയും മാത്രമാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പെയർ ഓഫ് ഉച്ചിഹ ക്ലാൻ എന്ന് നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് മുതൽ എല്ലാ സോഴ്സ് ഓഫ് ഇൻഫർമേഷനും പറയുന്നത്. ഇവരെ റൈവൽ ചെയ്തിരുന്നത് സെഞ്ചു സിബ്ലിങ്സ് ആയിട്ടുള്ള ഹാഷിറാമയും ടോബിറാമയായിരുന്നു. അതെ, മാദ്രയുടെ റൈവലായിട്ട് ഹാഷിറാമയും അതായത് ഗോഡ് ഓഫ് ഷിനോബിയും, ഇസൂണയുടെ റൈവലായിട്ട് സെഞ്ചു സിബ്ലിംഗ് ആയിട്ടുള്ള ഹാഷിറാമയുടെ അനിയനായിട്ടുള്ള ടോബിറാമ സെഞ്ചുവും. ഇനി അവരുടെ സ്റ്റോറി ഒന്ന് നോക്കുകയാണെങ്കിൽ വാറിംഗ് സ്റ്റേറ്റ്സ് എറയിൽ ഇസൂണയും മാദ്രയും കൗണ്ട്ലെസ് ബാറ്റിൽസ് ആണ് സെഞ്ചു ക്ലാനുമായിട്ട് ചെയ്തത്. എസ്പെഷ്യലി ഇപ്പോൾ പറഞ്ഞ പോലെ ടോബുറാമയ്ക്കും ഹാഷിറാമയ്ക്കും എതിരെ നടത്തിയത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ടോബുറാമയ്ക്കും ഹാഷിറാമയ്ക്കും ഒരു നല്ല എതിരാളി എന്ന് പറയുന്നത് ഈ ഒരു ഇസൂണയും മാദ്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ രണ്ടുപേരും ഉച്ചിഹ വംശത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണെന്ന് പറയുന്നതിന് കാരണം തന്നെ ഏറ്റവും യങ്ങ സ്റ്റേജിൽ തന്നെ രണ്ടുപേരും മാങ്കിക്യോ ഷരിങ്കൻ അവേക്കൺ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അതായത് വിത്ത് ദർ കോമ്പൈൻഡ് പവർ ദ ഉച്ചിഹ ഡോമിനേറ്റഡ് ദ ബാറ്റിൽ ഫീൽഡ് എന്ന് തന്നെ പറയാം. സെഞ്ചു ക്ലാനിൽ ടോബുറാമയും ഹാഷിറാമയും ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇവരെ ആർക്കും തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ അത്തരം ഒരു വാറിൻ്റെ ഇടയ്ക്കാണ് ടോബിറാമയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഇസൂണയ്ക്ക് വൂണ്ട് ഏൽക്കുകയുണ്ടായി. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം, ടോബിറാമ അന്ന് അവിടെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈയിങ് റൈജൻ എന്ന് പറയുന്നത്. ആ ഒരു ടെക്നിക്കിൻ്റെ എക്സിസ്റ്റൻസ് അതിന് മുമ്പ് ഇല്ലായിരുന്നു. അതായത് ഇസൂണ അവെയർ അല്ലായിരുന്നു ഇത്തരം ഒരു ടെക്നിക്ക് ഉണ്ടായെന്ന്. അത്രയും നേരം കട്ടയ്ക്ക് മാച്ച് ചെയ്ത് പിടിഞ്ഞ് ടോബിറാമ പെട്ടെന്ന് ഒരു സാധനം ഇൻവെൻറ്റ് ചെയ്തിട്ടാണ്, അതായത് ഒരു അവെയർനെസ്സും കൂടാതെ ഷരിങ്കൻ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്ന ഇസൂണേനെ ടോബിറാമ പുതിയൊരു ഇൻവെൻഷനിൽ കൂടിയാണ് വൂണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു വൂണ്ടാണ് ഇസൂണനെ നല്ല രീതിയിൽ വീക്കൻ ചെയ്തത്. എന്തിനേറെ പറയുന്നു, ഇത് നന്നായിട്ട് വീക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം മരിക്കാറായി എന്ന് വരെ പറയാം. സോ തികച്ചും മരണം ഉറപ്പായ ആ ഒരു ടൈമിൽ ഇസൂണ ഉച്ചിഹയുടെ ഫ്യൂച്ചറിന് വേണ്ടി തൻ്റെ മാങ്കിക്യോ ഷരിങ്കൻ മാദ്ര ഉച്ചിഹയ്ക്ക് നൽകുകയായിരുന്നു. അങ്ങനെയാണ് മാദ്രയ്ക്ക് എറ്റേണൽ മാങ്കിക്യോ ഷരിങ്കൻ എന്ന് പറയുന്ന ആ ഒരു സാധനം കിട്ടിയത്. നമുക്കറിയാം മാങ്കിക്യോ ഷരിങ്കൻ യൂസ് ചെയ്യുമ്പോൾ ബ്ലൈൻഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് എറ്റേണലായിട്ട് കിട്ടണമെങ്കിൽ വേറൊരു മാങ്കിക്യോ ഷരിങ്കൻ തന്നെ വില്ലിംഗ്ലി തരണം. അത്തരം ഒരു ഗ്രേറ്റ് പവർ നമ്മുടെ ഇസൂണ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ മാദ്രയ്ക്ക് നൽകുകയായിരുന്നു. അങ്ങനെ ആ ഒരു കണ്ണും കൂടെ കൊടുത്തു കഴിഞ്ഞ് ശരിക്കും നമ്മുടെ ഇസൂണ വീക്കാവുകയും അങ്ങനെയാണ് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണം മാദ്രയുടെ ഒരു ഡ്രൈവിംഗ് റീസൺ തന്നെയാണെന്ന് പറയാം. അതായത് പവറിനോടുള്ള ഒരു ഒബ്സെഷനും ആ ഒരു പ്രതികാരത്തിന് വേണ്ടിയുള്ള ദാഹവും
പീസിൻ്റെ റിജക്ഷൻ സ്റ്റേജ്. ഹാഷ്റാമ എപ്പോഴും പറയുമായിരുന്നു പീസ് നമുക്ക് ഫ്രണ്ട്സായിട്ട് തന്നെ പോകാമെന്നൊക്കെ. എപ്പോഴും അദ്ദേഹത്തെ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സെഞ്ചു ക്ലാനിൽ അദ്ദേഹത്തിൻ്റെ അനിയനും മരണ കാരണമായിട്ടുള്ള ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഇസൂണയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഒന്ന് നോക്കാം. നമുക്കറിയാം കുറച്ച് മാത്രം സ്ക്രീൻ ടൈം മാത്രമേ ഇസൂണയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും അദ്ദേഹം 1ാം നമ്പർ പവറായിട്ട് അദ്ദേഹത്തിന് പറയുന്നത് ഷരിംഗൻ മാസ്റ്ററിയാണ്. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഗെൻജിറ്റ്സുവിൽ പ്രൊഫിഷ്യൻ്റ് ആയിരുന്നു, പെർസെപ്ഷനിൽ പ്രൊഫിഷ്യൻ്റ് ആയിരുന്നു, ബാറ്റിൽ അവയർനെസ്സിലും അദ്ദേഹം അതുല്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മാഗിക്യൂ ഷരിംഗൻ ബാക്കിയുള്ള എല്ലാ ക്ലാൻസിനെയും ഭയപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മാഗിക്യൂ ഷരിംഗന്റെ പവർ അധികം കാണിച്ചിട്ടില്ലെങ്കിലും നറൂട്ടോയുടെ സ്റ്റോറി ബുക്കിലും മാങ്കയിലും ഒക്കെ പറയുന്നത് പാരലൽ മാദ്ര എന്നാണ്. അതായത് മാദ്രയുടെ മാഗിക്യൂ ഷരിംഗന് തുല്യമായിരുന്നു ഇസൂണയുടെയും എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു അസാമാന്യ കെഞ്ചിറ്റ്സു വീൽഡറായിരുന്നു. കെഞ്ചിറ്റ്സു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്ട്മാൻഷിപ്പ്, നമ്മുടെ വാൾ ഫൈറ്റില്ലേ, അതൊരു അസാമാന്യ യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കെഞ്ചിറ്റ്സുവിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് ടോബിറാമ വേറൊരു ടെക്നിക്ക് തന്നെ ഇൻവെൻറ്റ് ചെയ്യാണ്ട് വന്നത്. പിന്നെ ഉച്ചിഹ ക്ലാൻ്റെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഫയർ റിലീസ്. അവസാനം ഉച്ചിഹ ഹീ കുഡ് യൂസ് പവർഫുൾ ഫയർ റിലീസ് എന്നാണ് പറയുന്നത്. ഓവറോൾ എബിലിറ്റി എന്ന് നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഏറ്റവും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മാദ്രയ്ക്ക് ഈക്വൽ തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് സ്ലൈറ്റ്ലി മാദ്ര എബോവ് തന്നെയാണ്, ബട്ട് ഈക്വൽസ് ടു മാദ്ര. അവസാനം ഉച്ചിഹ ഈക്വൽസ് ടു മാദ്ര എന്ന് തന്നെ പറയാം. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സെക്കൻഡ് ഓൺലി ടു ഹാഷിറാമ ആൻഡ് മാദ്ര ഡ്യൂറിങ് ദ വാറിംഗ് സ്റ്റേറ്റ്സ് എറാന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ആ ഒരു ടെക്നിക്ക് ടോബിറാമ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ടോബിറാമേനെ ഓവർ പവർ ചെയ്യുവാൻ മാത്രമുള്ള ഒരു പവർ ഉണ്ടായിരുന്നു ഇസൂണയ്ക്ക്. ഹാഷിറാമയ്ക്കും മാദ്രയ്ക്കും മാത്രമാണ് പവറിൽ അദ്ദേഹം സെക്കൻഡ്. ഇനി അദ്ദേഹത്തിൻ്റെ ലെഗസി ഒന്ന് നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുള്ളതുകൊണ്ട് മാത്രമാണ് മാദ്രയ്ക്ക് എറ്റേണൽ മാഗിക്യൂ ഷരിംഗൻ ലഭിച്ചതും പിന്നീട് അദ്ദേഹം റെനഗൻ എവോൾവ് ആകുവാൻ സാധിച്ചതും. നമുക്കറിയാം ഹാഷിറാമ സെൽസിൻ്റെ കോമ്പിനേഷനാണ്, ബട്ട് അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണ് വേണമായിരുന്നു. സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ലെഗസിയിൽ വരുന്നതാണ് മാദ്രയോടുള്ള ഒരു ഇമ്പാക്റ്റ്. അദ്ദേഹത്തിൻ്റെ മരണമാണ് മെയിൻ റിവെഞ്ചിൻ്റെ കാരണം. പിന്നെ ക്ലാൻ സിംബോളിസം, ഇൻഫ്ലുവൻസ് ഓൺ എൻറ്റയർ ഹിസ്റ്ററി, ഉച്ചിഹയുടെ എല്ലാം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് മറക്കാനാവാത്തതാണ്. ഇനി നമ്മൾ ഓവറോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇസൂണ ഒരു ട്രാജിക് ക്യാരക്ടറായിരുന്നു എന്ന് തന്നെ പറയാം. മാദ്രയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രോഡിജി തന്നെയായിരുന്നു. ഓവർ ഷാഡോ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലെഗസി കാരണമാണ്. അദ്ദേഹത്തിന് വില്ലിംഗ്ലി ആ ഒരു കണ്ണ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ മാദ്രയെക്കാളും ക്ലാനിനെ സ്നേഹിച്ചിരുന്നത് അവനായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ അപ്പൻ്റെ മാർഗം കറക്റ്റായിട്ട് നോക്കിയത്. മാദ്രയും ഹാഷിറാമയും ഇടയ്ക്ക് ഒന്ന് ഈ ഫ്രണ്ട്സൊക്കെ ആകുന്നുണ്ടല്ലോ, അതിനു മുമ്പ് നമുക്കറിയാം ഇപ്പോൾ ഹാഷിറാമയുടെ ഭാവം അല്ലെങ്കിൽ സെഞ്ചു ക്ലാനെ നോക്കുകയാണെങ്കിൽ ടോബിറാമയ്ക്ക് ഉച്ചിഹ ക്ലാനെ കാണരുത്. അതുപോലെ തന്നെയായിരുന്നു ഇസൂണയ്ക്ക് സെഞ്ചു ക്ലാനിനെയും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇവരുടെ ക്ലാനിന് വേണ്ടി ഭയങ്കരമായിട്ട് ഹാർഡ് കോർ ആയിട്ട് തന്നെ ചെയ്തവരാണ്. അതിപ്പോൾ മാദ്രയുടെയും ഹാഷിറാമയുടെയും കേസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുലുക്കമൊക്കെ ഉണ്ടായിരുന്നു. മാദ്ര തൻ്റെ അനിയൻ ഇത് സംഭവിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഹാഷിറാമയും മാദ്രയും കൂടെ ഒരുമിച്ച് തന്നെ പോയേനെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ടോബിറാമയ്ക്ക് എന്ന പോലെ, ടോബിറാമയ്ക്ക് ഉച്ചിഹ ക്ലാനിനെ കാണരുതാത്ത പോലെ തന്നെയാണ് ഇസൂണയ്ക്ക് ഈ ഒരു സെഞ്ചു ക്ലാനിനെയും കാണാൻ പറ്റത്തില്ലായിരുന്നു. സോ ഉച്ചിഹ ക്ലാനിൻ്റെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ഈ പറയുന്ന ഇസൂണ. ഇത്രയുമൊക്കെയാണ് നമുക്ക് ഇസൂണ ഉച്ചിഹയെ പറ്റി പറയുവാനുള്ളത്. ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. റിയൽ ആൻഡ് വാലിഡേറ്റ് ആണെങ്കിൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അടുത്ത ഒരു നാറുട്ടോ യൂണിവേഴ്സിലെ ക്യാരക്ടർ അനാലിസിസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്.